ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. എല്ലാ ദിവസവും ജോലി ഉള്ളത് കൊണ്ട് ആകെ ഈ ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾക്കിന്ന് പുറത്തേക്കൊക്കെ പോകാനായിട്ട് പറ്റുക. അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സെന്റ് ബസിലിക്ക ചർച്ചിലേക്കാണ് കേട്ടോ. ഞാനും എൻ്റെ റൂമിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഇതിന് മുൻപ് 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം വരുന്നത് ഞാനും എൻ്റെ ഇച്ചായനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഷും അവളുടെ ഹസ്ബൻഡും ചേർന്നിട്ട് ഞങ്ങളൊന്ന് ബാംഗ്ലൂർ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഈ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം 2-3 തവണ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്നപ്പോൾ എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാനും നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പതിവിലും കൂടുതൽ ജനത്തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പള്ളിക്കകത്ത് ഇപ്പം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ആൾക്കാരുടെ തിരക്ക് കുറവ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾ തിങ്ങി നിറങ്ങി നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല കേട്ടോ. സെന്റ് ഫിലോമിനാസ് ബസിലിക്ക കത്തീഡ്രൽ എന്നാണ് ഈ ഒരു പള്ളിയുടെ ഫുൾ നെയിം വരുന്നത്. ജർമ്മനിയിലെ കൊളോഗ്നെ കത്തീഡ്രലിനെ മാതൃകയാക്കിയിട്ടാണ് ഈ ഒരു ചർച്ച് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. 1936 നിർമ്മാണം തുടങ്ങിയത്. 1941 ഇത് പൂർത്തിയാകുന്നതും അപ്പോഴാണ് ഇതിന് ബസിലിക്ക പദവി ലഭിക്കുന്നതും. ഇവിടെ 3-4 ഭാഷകളിലുള്ള പ്രെയർ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഉണ്ട്, കന്നഡയുണ്ട്, ഹിന്ദിയുണ്ട്, വല്ലപ്പോഴും ഒക്കെ മലയാളമുണ്ട്, തമിഴും ഉണ്ട് കേട്ടോ. ആലയത്തിന്റെ ഉൾവശം കാണാൻ എന്ത് ഭംഗിയല്ലേ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പുറത്തു നിന്നാണ് ആരാധനയൊക്കെ ഞങ്ങൾ കൂടിയത്. ഇത് അടുത്ത പ്രെയറിലേക്കുള്ള ആൾക്കാർ കയറിയിട്ടുള്ളതാണ്. ഈ ഒരു ഇടമെന്ന് പറയുന്നത് നമുക്ക് നേർച്ച കാഴ്ചകളൊക്കെ വെക്കാനുള്ള ഇടമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെയും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പള്ളിയുടെ നേരെ മുൻപിലായിട്ടുള്ള ശിവാജി നഗർ സ്ട്രീറ്റ് കാണാം. നമ്മൾ ഇവിടെയാണ് വന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്നാണ് നമ്മൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ച അതിന്റെ ചെറിയൊരു തിരക്കൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ക്യാമറയുമായിട്ട് നടന്നപ്പോഴാണ് ഒരു കുസൃതി കുട്ടനെ കണ്ടത്. അവനോടൊരു ഹായ് പറയാൻ പറഞ്ഞിട്ട് അവൻ ഒരു വിധത്തിൽ പറയില്ല കേട്ടോ. അവൻ കളിച്ച് ചിരിച്ചങ്ങ് തിരിഞ്ഞു നടന്നു. എന്തായാലും തരില്ല എന്ന് പറഞ്ഞിട്ട് പോയേക്കുവാണ്. കളിച്ച് അവൻ ഒരൊറ്റ ഓട്ടം അങ്ങ് വെച്ചു കൊടുത്തോട്ട് അവൻ്റെ പുറകെ അവൻ്റെ അമ്മ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർത്ത് വെച്ചതായിരുന്നു പറയാനായിട്ട്. കാരണം നമ്മൾ ഇതുപോലുള്ള സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 11 മണി കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരങ്ങളും നല്ലതാണ് കേട്ടോ. കാരണം രാവിലെ ഇവർ ഷോപ്പൊക്കെ ഒന്ന് തുറന്നു വന്ന് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനായിട്ട് എന്തായാലും ഒരു 11 കഴിഞ്ഞ് 11:30 ആവും. അങ്ങനെ കടകളൊക്കെ പതിയെ തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എങ്കിലും ഞങ്ങൾ മുൻപോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ടൂർ പ്ലാൻ ചെയ്യും അല്ലേ. ടൂറിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. നമ്മൾ ഇതുപോലുള്ള സ്ട്രീറ്റ് കണ്ടുപിടിച്ച് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വെക്കും. അവിടേക്ക് പോകും. കണ്ടതൊക്കെ നമുക്ക് കാണുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഹിന്ദി അറിയണം, അല്ലെങ്കിൽ നമുക്ക് കന്നഡ അറിയണം. മലയാളം വെച്ചിട്ട് ഇവിടെ പോയിട്ട് ഒരു കാര്യവും നടക്കില്ല കേട്ടോ. അവരെന്താണോ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു പ്രൈസിൽ തന്നെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ വിലക്കുറവിൽ സാധനം വാങ്ങാൻ പറ്റും കേട്ടോ. വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിച്ചാലോ എന്ന്. പക്ഷെ അതിനുള്ള ധൈര്യം ഇതുവരെയും വന്നിട്ടില്ല. കുറച്ചുകൂടെ ഒക്കെ പോകുമ്പോൾ ആ ധൈര്യം വരുമായിരിക്കാം. മൈക്കൊക്കെ വാങ്ങി സെറ്റായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നൊരു ദിവസം ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയെങ്കിലും ഇവിടെ വൃത്തിയായിട്ട് കിടക്കുന്നത്. മഴയാണെങ്കിലും നമുക്കിതിൽ കൂടെ നടക്കാൻ പോലും പറ്റില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ ഒരു സാരിയുടെ കട കണ്ട് അങ്ങോട്ടേക്ക് കയറിയതായിരുന്നു. നമ്മൾ വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് നമ്മളുടെ ഒരു ചടങ്ങാണല്ലോ. ഈ കാണുന്ന സാരികൾ എന്ന് പറയുന്നത് 150 രൂപയുടെ സാരികളാണ്. അതുപോലെ ഇത് 300 രൂപയുടെ സാരികളാണ് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയേ ഉള്ളൂ. ഒന്ന് കയ്യിൽ നമ്മളൊന്ന് മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ കളർ കയ്യിൽ വരും കേട്ടോ. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ കാണുന്ന ടോപ്പുകളൊക്കെ തന്നെയും 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറച്ചുകൂടെ ലാഭമായിട്ട് തോന്നി കേട്ടോ. ഇത് അങ്ങനെ പെട്ടെന്ന് കളറൊന്നും പോകുന്നതല്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ യൂസ് ചെയ്യാം. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ ടോപ്പുകളായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രാവണി ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെയിലിൻ്റെ ആധിക്യം കൊണ്ട് ഞാൻ അവിടെ നിന്ന് പതിയെ തൊട്ടപ്പുറത്തുള്ള ചുരിദാറിൻ്റെ ഷോപ്പിലേക്ക് പോയി. ഇനി നമുക്ക് ചുരിദാറിൻ്റെ വിശേഷങ്ങൾ കാണാം. എൻ്റെ പൊന്നെ, കണ്ടാൽ തന്നെ നമുക്കിതിൽ എല്ലാം ഒന്ന് വാങ്ങിയാലോ എന്ന് തോന്നും. എല്ലാം നമ്മളെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്, വാങ്ങുമോ എന്ന് ചോദിച്ച്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മളൊന്ന് തിരിച്ച് ബാക്ക് വശം നോക്കുമ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് ഡിസൈൻസ് ഉള്ളത് കേട്ടോ. ബാക്കിൽ ഡിസൈൻസ് ഒന്നും ഇല്ല, പ്ലെയിൻ ആണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വില നിങ്ങൾ കണ്ടില്ലേ, ഓരോന്നിനും ഓരോ വിലയാണ്. 300 രൂപയുടെ ഉണ്ട്, 395 ഉണ്ട്, 350 ഉണ്ട്, 675 ഉണ്ട്, 875 ഉണ്ട്, 495 ഉണ്ട്. അങ്ങനെ ഓരോ ചുരിദാറിനും ഓരോ പ്രൈസ് ആയിരുന്നു കേട്ടോ. ഇതിന്റെ ഓണർ എന്നെ കാണുന്നതിന് മുൻപ് ഞാൻ എടുത്തിട്ടുള്ള ക്ലിപ്സ് ആണ് കേട്ടോ ഇതൊക്കെ തന്നെ. ഓണർ കണ്ടപ്പോൾ പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല എന്നുള്ളത്. എന്ത് ഭംഗിയാണല്ലേ, എല്ലാ കളറും ഉണ്ട്. മഴവില്ല് പോലെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാനായിട്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ
ആരെങ്കിലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഓടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഡ്രസ്സുകൾ നമ്മൾ വാങ്ങിയിട്ട് കൊണ്ട് അതുപോലെ അലമാരിയിൽ വെക്കും. 1 or 2 തവണ ഇടും അല്ലേ. ഈ മിറർ വർക്ക് ഉള്ളത് പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ക്ലിപ്സും ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ നല്ല പിങ്ക് കളറിലും ലൈറ്റ് കളേഴ്സിലും കുഞ്ഞു കുട്ടികളുടെ ക്ലിപ്സും അതുപോലെ ബോസും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ജ്വല്ലറീസും ഉണ്ടായിരുന്നു. നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാനാണെങ്കിൽ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ. കുഞ്ഞു മക്കൾ അമ്മമാരും ഒക്കെ ആയിട്ട് വന്നിട്ട് പിണങ്ങുന്നുണ്ട് കേട്ടോ. ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഓടിച്ച വീഡിയോസൊക്കെ എടുത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോയി. അപ്പോഴേക്കും ഏകദേശം എല്ലാ കടകളും തുറന്നിട്ടുണ്ടായിരുന്നേ. ഇത് മേശവിരികളാണ് കേട്ടോ. അതിന് നേരെ മുൻപായിട്ട് കുറേ ജീൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയും കുറച്ച് കളർ ഫെയ്ഡായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അടുത്ത് പോകുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല ഭംഗിയാണ്. ഈ ബാഗുകളൊക്കെ ആണെങ്കിലും ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പ് അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. 75 രൂപ, 100 രൂപ. അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയെ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ അത് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് എമർജൻസി ആയിട്ടുള്ള ഇപ്പോൾ വീട്ടിലിടാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണമെങ്കിൽ ഇതുപോലെയുള്ള ഷോപ്പ് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് 1-2 സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വെള്ളവും ദാഹവും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ഇത്രയും കൂടുതൽ വെയിൽ ഞങ്ങൾ ഒരുമിച്ച് കൊള്ളുന്നത് ഇവിടെ ആദ്യമായിട്ടായിരിക്കും. നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് കടകളുടെ തണൽ പറ്റിയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. സമ്മർ സീസൺ ആകുമ്പോൾ നല്ല ചൂടായിരിക്കുമെന്ന് മുൻപ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നടന്ന് ഇത് ശിവാജി നഗറിൻ്റെ അവസാന ഭാഗമാണ് കേട്ടോ. അതായത് നമ്മൾ തുടങ്ങിയില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശമാണിത്. ഇവിടെ കുറേ ടെഡീസ് ഉണ്ടായിരുന്നു. ഇത് അമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ ആണ് കേട്ടോ. അങ്ങനെ വല്ലവിധനെയും കഷ്ടപ്പെട്ട് പുറത്ത് വന്നിട്ട് ഒരു ബേക്കറി കണ്ടുപിടിച്ചിട്ട് ഭയ്യ ഒരു ലെമൺ ജ്യൂസ്, ഭയ്യ ഒരു ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് തത്തിപ്പൊത്തി പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ ചേട്ടൻ ചോദിക്കുകയല്ലേ മലയാളിയാണോ എന്ന്. എവിടെ പോയാലും 1-2 പേര് ഇതുപോലെ ഉണ്ടാവും കേട്ടോ, മലയാളീസ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് വിട്ടു. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ അഗര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അവിടെ ഈ ഒരു ജഗന്നാഥ ടെമ്പിളിൽ ഇപ്പോൾ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഠിക്കാനില്ലേ ഒഡീഷയിലെ ജഗന്നാഥ് ടെമ്പിൾ പുരി, അതിൻ്റെ അതേ ശൈലിയിലാണ് ഈ ഒരു ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന രഥയാത്രാ ഉത്സവമാണ്. അതിൻ്റെ ചെറിയൊരു ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്, മെയിൻ ഉത്സവമല്ല. ഈ ഒരു ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴമയൊന്നുമില്ല. റീസെൻ്റ് ആയിട്ട് 15 മുതൽ 20 വർഷത്തിനുള്ളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. അതായത് ബാംഗ്ലൂരിൽ റീസെൻ്റ് ആയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ജഗന്നാഥ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ടെമ്പിളിൻ്റെ ആർക്കിടെക്ചർ ഡീറ്റെയിലിങ്ങും അതുപോലെ കാർവിങ്സും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കി നടക്കുകയാണ് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ കുറേ സ്ട്രീറ്റ് ഷോപ്പിങ്ങൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കാണാത്തത്ര പോലത്തെ വിലക്കുറവാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതുപോലെ വിലക്കുറവിൽ വിൽക്കുന്ന ഒരു സ്ഥലവും ഞാൻ ബാംഗ്ലൂരിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായതുകൊണ്ടാവാം, പക്ഷെ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവുണ്ടായിരുന്നു. അതിപ്പോൾ ചെറിയ ചെറിയ കമ്മലും മാലയും തുടങ്ങി എന്ത് സാധനമാണെങ്കിലും നല്ല വിലക്കുറവിലായിരുന്നു കേട്ടോ വിൽക്കുന്നുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ വിഷുവിൻ്റെ ഉത്സവമാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് കുറേയധികം പിക്ചേഴ്സ് വരച്ചതുമുണ്ട്, അല്ലാതെയുള്ള ഫോട്ടോസും ഉണ്ട് കേട്ടോ. ഇത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രെയിം ആക്കി റെഡിയാക്കി തരുന്നുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ കുറേ സ്പെഷ്യൽ സ്നാക്സ് ആണ് കേട്ടോ. നമ്മൾ ഏത് കടയിൽ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല മധുരമുള്ള സാധനങ്ങളും ഉണ്ടാവും, നല്ല എരിവുള്ള സാധനങ്ങളും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കുറേ വളകളുണ്ടായിരുന്നു, അതുപോലെ പൂമാലകളുണ്ടായിരുന്നു, അതുപോലെ ഹനുമാന്റെ വലിയൊരു വിഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് രാത്രിയാകുമ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളാണ്, ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ 2 ആളും സ്റ്റോപ്പ് ആവും കേട്ടോ, ഇതുപോലെയുള്ള കമ്മലും മാലയും വളകളൊക്കെ കാണുന്ന സമയത്ത്. പക്ഷെ അവർ 2 ആളും അത് ഓഫീസിലൊക്കെ വിയർ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ് കേട്ടോ. നല്ല വിലക്കുറവായിരുന്നു, നല്ല കാണാനും നല്ല ഭംഗിയുള്ള കമ്മലൊക്കെ നല്ല വിലക്കുറവിൽ ഓഫീസിൽ നമുക്ക് ഡെയിലി വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ 2-3 ജോഡീസ് അത് വാങ്ങിയിട്ടുണ്ട്. ഒരു ഉത്സവത്തിന് പോയിട്ട് കമ്മലും മാലയും വളയൊന്നും വാങ്ങിയില്ലെങ്കിൽ എന്ത് ഉത്സവമാണല്ലേ. ഇത് നോക്കിക്കേ, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കമ്മലിൻ്റെ. ഇതൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇതെന്തായാലും ഒരു ഡബിൾ പ്രൈസിലാണ് നമുക്ക് തരുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അതുപോലെ ഇത് നോമ്പ് തുറക്കുന്ന സമയമായി കേട്ടോ. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കട്ട് ഫ്രൂട്ട്സും ജ്യൂസും. അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു മോസ്കും ഉള്ളത്. അതുകൊണ്ട് അവരുടെ പ്രെയർ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഞാൻ ഈ ഭരണികൾ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇതിലൊരെണ്ണം അങ്ങ് വാങ്ങി കേട്ടോ. എങ്ങനെ നാട്ടിലെത്തിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പൂർണ്ണമായിട്ടും ഞാൻ ഇച്ചാനെ ഏൽപ്പിച്ചേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. തൊട്ടടുത്ത സ്ട്രീറ്റാണ്, നമുക്ക് ഓട്ടോയിൽ പോകാം, പക്ഷേ എന്നാലും ബസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കയറിയത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.
ബൈ.